അദ്ദേഹം ഒരുപാട് എക്സാമ്പിൾ പറയുന്നുണ്ട്. അവിടെ ഒരാൾ, അയാൾക്കറിയാം അയാളുടെ മകളെ അയാൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തു വന്ന് ആ മകളെ കാണണമെന്നുള്ള ആ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അയാൾ എന്ത് കഷ്ടപ്പാടിനും അതിജീവിക്കാൻ തയ്യാറായത്. അതുപോലെ വേറൊരാൾ, അയാൾക്ക് ഒരു ബുക്ക് അയാൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ബുക്ക് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങി ആ ബുക്ക് പബ്ലിഷ് ചെയ്ത് തൻ്റെ വർക്കുകൾ ലോകത്തെ കാണിക്കണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഗ്രഹം, ഞാൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതിൻ്റെ ഉത്തരമുള്ളവരാണ് ഏത് കഠിനമായ സാഹചര്യത്തെ അതിജീവിക്കുന്നതെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. അതിൻ്റെ ബേസിസിലാണ് അദ്ദേഹം ലോഗോ തെറാപ്പി എന്ന ഒരു സൈക്കോളജിക്കൽ സ്ട്രീം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് ഇതാണ്: നമുക്കുള്ളിൽ ഒരു എക്സിസ്റ്റൻഷ്യൽ വാക്യമുണ്ട്, ഒരു ശൂന്യതയുണ്ട്. നമ്മൾ ആ ശൂന്യത പണം കൊണ്ടും പദവി കൊണ്ടും പ്രശസ്തി കൊണ്ടും ഒക്കെ നിറയ്ക്കാൻ ശ്രമിക്കും. പക്ഷേ അതൊരിക്കലും അതുകൊണ്ട് നിറയ്ക്കാൻ സാധിക്കില്ല. അത് നിറയ്ക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം വേണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും കാണണമെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്, മനസ്സിൽ വെക്കേണ്ട കാര്യം. ഇഫ് യു വാണ്ട് ടു ബി ഹാപ്പി, ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ, യു ഷുഡ് ഓൾവേസ് ആസ്ക് ദ ക്വസ്റ്റ്യൻ വൈ. യു ഷുഡ് നോ ദ റീസൺ ബിഹൈൻഡ് why you are living.